അതാ പൂച്ച വയ്ക്കുന്നു. ഓ പണ്ടാര പൂച്ച, ഇതാരപ്പി ജനല് തുറന്നിട്ട്. അച്ഛാ 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 അച്ഛാ, ചന്ദ്രേട്ടാ നിങ്ങളൊന്നും കൂടെ വന്നേ. അച്ഛൻ വിളിച്ചിട്ട് മിണ്ടണില്ല. ഞാൻ വിളിക്കാം. എപ്പോഴായിരുന്നു സംഭവം? ഡോക്ടറെ വിളിക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ആള് പോയില്ല. ഇനിയിപ്പോ എന്തിനാ? എന്നാ അങ്ങോട്ട് പുറത്തേക്ക് എടുത്താലോ? വരട്ടെ. ഈ കട്ടിലോടെ അങ്ങ് എടുത്താലോ? അതിന്റെ ആവശ്യം. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ വന്നേച്ചാൽ ഒരു കാര്യം പറയാനാണ്. എൻ്റെ അപ്പൂപ്പൻ വയ്യാണ്ട് കിടക്കുകയായിരുന്നു. അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് റീൽസ് ഒന്നും ഉണ്ടാവില്ല. എനിക്കറിയാം നിങ്ങളൊക്കെ എന്നെ വല്ലാണ്ട് മിസ് ചെയ്യുമെന്ന്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ബോഡി കണ്ട ഞാൻ പോട്ടോ. കണ്ടില്ല ഞാനങ്ങനെ. ഇപ്പൊ വെറുതെ ഇറങ്ങാറാക്കല്ലേ. എന്റെ ഉണ്ണിയെ സ്കോർ നമുക്ക് വിളിച്ചു വെച്ചാ പോരെ. ഈ അയലക്കത്തൊരു മനുഷ്യൻ മരിച്ചിടക്കുമ്പോ നമ്മൾ ബ്രസീലിൽ മാറുന്ന മോശല്ലേ. പുറത്തും പാരും വരാനൊന്നുമില്ല. അങ്ങനെ പുറത്തുനിന്ന് ഒരാളുടെ ആൾക്കാരൊന്നുമില്ലടോ. ആ ശശിയെ എന്റെ ഓട്ടോറിക്ഷ അവിടെ നിന്ന് മാറ്റിട്ട് ആൾക്കാർ കയറണ്ടേ. വന്ന പാടും ഇങ്ങനൊക്കെ കളി തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് വിവരം അറിഞ്ഞത്. അപ്പൊ നമ്മള് നേരെ പോന്നു. വരണ്ടേ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തോക്കാൻ പോണ കളി കണ്ട വല്ല കാര്യമുണ്ടോ? എടന്നാണോ സൗദിയോട് തോൽക്കാം. നല്ല പൊരുതിട്ട തോറ്റ. ആ പൊരുതി, അവര് പൊരുതി. എന്താണ് അല്ല തോൽത്തു തന്നെ ഓന് ചൊറിച്ചിലാണ്. ശശിയേട്ടോ, നിങ്ങളുടെ പ്രഭാകരൻ അടിച്ച് കിണ്ടായി വരുന്നുണ്ട്. നീയും ചന്ദ്രനൊക്കെ എന്തിനാ ഇവിടെ വന്ന് മുളഞ്ഞിറക്കണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടാ. മനസ്സിലായി? ആൾക്കാരൊക്കെ വന്നത് ഇല്ല, ഇവരിവിടെ മണിച്ചേനും കിണിച്ചേനൊക്കെ ആയിട്ട് ഇവിടെയുള്ള ആൾക്കാരെ കൊടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കാൻ. ബന്ധുക്കളൊക്കെ വരാനുള്ളതാണ്. എന്ത് ബന്ധുക്കൾ? നീയൊക്കെ എവിടെയൊക്കെ കിടന്ന് തെണ്ടി തിരിഞ്ഞവരൊക്കെ ഇവിടെ വന്നിട്ട് വേണ്ടപ്പെട്ട ഒരാളോട് മരിച്ചു. രാജീവൻ നിനക്കറിയോ, കഴിഞ്ഞ തിരുവോണത്തിന് അദ്ദേഹം പൂതിപ്പെട്ടിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോ ഇവരെന്നെ അടിച്ചോടിച്ചു. അതൊന്നും ഇപ്പൊ പറയണ്ട. അതെ, അവരെങ്ങനെ കുറ്റം പറയാ? നിങ്ങളെ മരിക്കാണെങ്കിൽ ആൾക്ക് ചാരല്ലേ വയലൊഴിച്ചു കൊടുത്ത്? രാജീവത് നീ പറയരുത്. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇരിപ്പ് വശം അനുസരിച്ച് നീ ഇപ്പൊ എന്നോട് പറയാൻ പാടില്ല. ഞാനാ പറയണേ. അതെ, നിങ്ങൾ നല്ല മാറ്റുണ്ട്. എന്ത് മാറ്റത്? നിങ്ങൾ മോക കഴിയിട്ടതൊന്നും തെച്ചു പോയി. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ വരണ്ടിട്ടേ അതിന് മെണിങ്കോ, അതാ നല്ലത്. രാജീവ്, ഈ സൗകര്യം പോലെ മൂപ്പരൊന്ന് കൊണ്ടുപോയിട്ടെ ആ ബോർഡ് കാണിച്ചു. എനിക്ക് ഈ മനുഷ്യനെ കാണാനേ നിങ്ങളുടെ ഒരാളുടെ ഔദാര്യം ആവശ്യമില്ല. ഞാൻ പോയി കാണും, ഞാൻ കാണും. നോക്കടി 12 താഴെയാണ് ആ പട്ടി വന്ന് കമന്റ് ഇട്ടെ. കൊറേ പേര് കണ്ടുടി. അതാണ് എനിക്ക്. എന്ത് കമന്റ് ഇട്ടെ? കളഞ്ഞിട്ട് പൊടി കണ്ടുമടുത്ത് വെറുപ്പിരുന്നു. അത് ഇത്തിരി കൂടി പോയിട്ടോ. അത് നമ്മുടെ ശ്രീശേശ്വര മോനല്ലേ? അവൻ തന്നെ, ആ സുധി. അല്ലെങ്കിൽ കലാകാരന്മാരും കലാകാരികളൊക്കെ നാട്ടുകാർക്ക് പണ്ടേ പുച്ഛാന്ന് പറയുന്ന പുറത്തല്ല. ഇതൊക്കെ ഇതൊരു മരിച്ച വീടാ, വല്ല വിചാരം ഉണ്ടാ? അതിന് ഞങ്ങൾ എന്താ ചെയ്താ? ഈ മൊബൈലിൽ ഒച്ചും ബഹളം ഇവിടെ വന്നങ്ങട്. നീ അവളുടെ കൂടെ അധികം കൂടാനൊന്നും പോണ്ട. എന്താ? കഴിഞ്ഞ ആഴ്ച ഉഷേച്ചി അവളുടെ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.
ഒരു നാണമില്ലാത്ത അസത്ത്. അത് റീൽസ് ആണമ്മ. റീൽസ് വയറും കാണിച്ചിട്ട് അവളുടെ ഒരു രതി പുഷ്പം. നീ അവളുടെ കൂടെ കൂടി വല്ല കണ്ണന്തിരിവ് കാണിച്ച അടിച്ച് ഞാൻ നിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. പൊടി അടന്നു പോയി അടച്ചെന്നിരിക്കും. ടീ എന്താ വിഷമൊക്കെ ഒന്ന് കാണിക്കും. ഓ എന്ത് പെണ്ണാവോ. കളവന്റെ 16 കഴിഞ്ഞ കിടക്കേണ്ടി വരുന്ന തോന്നുന്നു. ഇങ്ങോട്ട് വന്നിട്ട് ഞാനിത് ഓരോ കാര്യങ്ങളിൽ നിൽക്കും. നിങ്ങളുടെ കാശ് വല്ലതും ഇരിക്കണ്ട. എന്താ വേണ്ടത്? ഞാൻ കുറച്ച് ഇങ്ങോട്ട് താങ്ങട്. എൻ്റെ പൊന്ന് മനുഷ്യ, ഇതൊരു മരണ വീടാ. ഇവിടെ 100 കാര്യങ്ങളുണ്ടാവും. അതൊക്കെ മൂത്ത മോളും മരുവനും കൂടിയാണ് ചെയ്തത്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എടുത്ത് തലയിൽ വയ്ക്കാൻ നിൽക്കണ്ട. അല്ല ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം. അതിന് അലമാരുടെ താക്കോല്. നിങ്ങൾക്ക് രണ്ടൊക്കെ എന്താ ഇവിടെ പരിപാടി? അല്ല അവൾക്ക് അവളുടെ അച്ഛനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമമുണ്ടെന്ന് പറയാം. വിഷമം എല്ലാവർക്കും ഉണ്ട് ശശിയെ. അണക്കറിഞ്ഞല്ലേ, ഞാനൊരു അമ്മായിപ്പനെ പോലെയല്ല കണ്ടിട്ടുള്ളത്. സ്വന്തം അച്ഛനെ പോലെ കൈവെള്ളയിലിട്ടാ ഞാൻ നോക്കിയത്. അണക്കറിഞ്ഞല്ലേ. ഞങ്ങൾ ഇന്നലെ കൂടി ഇങ്ങനെ അച്ഛനെ കുറിച്ചിട്ടേ ഓരോന്ന് ആലോചിച്ചിട്ട് ചിരിച്ചിട്ടേ അല്ല കരഞ്ഞിട്ടേ വിഷമം കൊണ്ട്. അതെയോ മോളെ, സുമേജി ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് താഴ്ത്തിക്കല്ലേ. അവിടെ കരയാൻ ആരുമില്ലേ, സുഭാഷിനെ ഒറ്റയ്ക്കുള്ളൂ. പിന്നെ മക്കള് രണ്ടാളും അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് കരയാന്നുള്ളത് അതൊരു തറവാടുത്താ. ആ മോളാണ്ടല്ലേ. ആ ശശിയെ ഇജൊന്ന് അങ്ങോട്ട് ചെല്ലേ, നല്ല തലവേനുണ്ട്. ഇജൊന്ന് അങ്ങോട്ട് ചെന്നിട്ടേ ആൾക്കാരൊക്കെ ഒന്ന് അവിടെ ഇരുത്തിയിട്ടേ വേണ്ട. നല്ല മരുന്നുണ്ട്. അല്ല ഒന്നും വേണ്ട, ഇജൊന്ന് അങ്ങോട്ട് ചെന്നാൽ മതി. ഒരു 5 മിനിറ്റ് കൂടെ ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. നമ്മൾ രണ്ടാളും കൂടി അവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ലാന്ന്. എന്തേ കോലോടെ വെച്ചു. ആ ഒരു അർജന്റ് നേരത്തെ വിളിക്കുമ്പോൾ റേഞ്ചിലൊരു കോപ്പില്ല. പോലെടാ ഫോൺ നടി ആ സുധിക്കൊന്ന് വിളിക്കാനാ. നീ ഇത് കണ്ട ഇതിവിടെ എത്തിയോ? എവിടെ എത്താത്ത കള്ളുടിച്ച് ബോധമില്ലാണ്ടാവും. പിന്നെ ബോധമില്ലാഞ്ഞിട്ടല്ല, കൃത്യസ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് മാങ്ങ മോട്ടിച്ചത്. പിന്നെ സന്തോഷം സൂചി പറഞ്ഞ് ഈത്തോണ്ട് വരും, മനസ്സിലായോ? ഗ്രൗണ്ട് മൊത്തം നമ്മുടെ ആൾക്കാരായിരിക്കണം. നെയ്മറിന് ഒരു നാളെക്കെടുത്ത ആ ഇത് എവിടെയായിരുന്നു സൂചി? ഞാൻ അത് എവിടെ പോയി ഉണ്ടാക്കാനാണ്? ഇതന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന്. ഇത് അവര് വെക്കണേന്റെ മുന്നേ വെക്കണേ. ഞങ്ങൾ നിർബന്ധിച്ചോണ്ടാണ്. അല്ലാണ്ട് ബ്രസീൽ ഫാനായോണ്ടല്ലേ. ആ കിടക്കണതേ ഞങ്ങൾ കൊട്ടുപിടിപ്പിച്ച ആശാനാണ്. അല്ല അതുകൊണ്ട് സന്തോഷം വാ. എന്താണ് ഉഷാറില്ലാത്ത? ഒന്നുമില്ല. എന്താ അവിടെ നാളെ സ്കൂളില്ലേ? നാളെ സ്കൂളില്ല, എല്ലാവരും നാളെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നു. എൻ്റെ ഫോണില്ലേ? ഫോൺ എടുക്ക്. ഇത് വെക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്ക്. എടാ വാടാ വാ വാടാ വാ. വഴി ഉണ്ടാക്കടാ.
എന്തേ അലമാരന്റെ താക്കോലോടെ അതവിടെ ഉണ്ടായിനല്ലോ. ഞാൻ നേരത്തെ വന്നപ്പോഴേ എൻ്റെ അഞ്ചത്തി മറ്റനോട് വന്നിട്ട് കൂണു 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 എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഗുരുവായൂരപ്പ അന്ന് അത് ഓളെടുത്തുണ്ടാവും. ആ അതാണ്. ഇതിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഓള് കഴിഞ്ഞ പ്രാവശ്യം തല്ലുണ്ടാക്കി പോയത്. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഈ സ്വന്തക്കാരം അവിടെ കൊണ്ടുവച്ച് അവിടെ നോക്കിട്ടെന്താ? അച്ഛൻ വയ്യാണ്ട് അടുക്കുമ്പോഴേ ഞങ്ങളോട് പറഞ്ഞതാ നമുക്ക് എടുക്കാന്ന്. അതിന് എൻ്റെ അച്ഛൻ കടന്നുറങ്ങുമ്പോൾ താക്കോൽ കൂട്ടം കെട്ടിപ്പിടിച്ചിട്ട് കടന്നുറങ്ങണത്. മനുഷ്യന്മാരും കടന്നുറങ്ങുമ്പോൾ കണ്ടു ആൾക്കാർ കേൾക്കും. നിങ്ങൾ ഈ കട്ടിൻ്റെ ഇടയിലൊക്കെ നോക്കിയാ ഞാൻ അവിടെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞില്ലേ. നിങ്ങളോട് എന്താ ചെയ്തിരുന്നത്? ഞാനിവിടെ എന്താക്കാനാ? അടക്കെന്തേലും അവിടെ പണി? ഞാൻ താഴെ കുത്തുന്ന കാര്യല്ലേന്നോ? ഒന്നും ഉണ്ടാക്കുക അടുക്കളുടെ അപ്പുറത്ത്. ആദ്യം നോക്കിയാ മതിയായിരുന്നു. ഈശ്വര ഇതിപ്പോ ഓളെടുത്തുണ്ടാവും. ആ ഇതാ ഇതാ കിട്ടി. ആ അങ്ങോട്ട് തരുമോ? ഞാൻ വെച്ചോളാം. വേണ്ട ഞാൻ വെച്ചോളാം. നിങ്ങൾ താഴത്തേക്ക് പൊയ്ക്കോളി. ഇതാ നോക്കി. അതെ ഇതൊന്നൊരു ചില്ലി കാശെടുക്കാൻ ഞാൻ സമ്മതിക്കൂല. പൈസന്റെ പല ആവശ്യമുണ്ട്. നിങ്ങൾ നൈസായിട്ട് മാറിന്നോളി. ഓളും കുറച്ച് പൈസ വെക്കട്ടെ കേട്ടോ. അങ്ങോട്ട് വേണ്ട ആൾക്കാർ വരലോട്ടിട്ടുണ്ട്.